നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് 18-ാം തീയതിയിലുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന്, അതായത് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം CAA 2019 എന്നുള്ളതാണ്. CAA എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് 2019. മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് CAA 2019. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി പൗരത്വത്തിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പോക്സോ നിയമത്തെ കുറിച്ച് നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രത്തിന്റെ പേരെന്താണ്? ടെലിഫിലിമാണ്. പോക്സോ നിയമത്തിന്റെ പ്രത്യേകതകളും അതിനെക്കുറിച്ച് അവയർനെസ് ആവുന്ന കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് നിയമവകുപ്പ് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ പേര് മാറ്റൊലി എന്നുള്ളതാണ്. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ഇതാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. ഈ നിയമത്തെ കുറിച്ച് നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യം വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമയുടെ പേരെന്താണ്? കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യം വിഷയത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയുടെ പേര് ഇതുവരെ എന്നുള്ളതാണ്. ആ സിനിമയുടെ പേര് ഇതുവരെ. ബ്രഹ്മപുരം മാലിന്യത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള ചിത്രമാണ് ഇതുവരെ. അടുത്ത ചോദ്യം, 33-ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ആരാണ്? 33-ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി സാഹിത്യകാരൻ. ഓരോ വർഷവും ഇന്ത്യൻ ഭാഷയിൽ നിന്നുള്ള മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകുന്ന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം. അത് ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മ. അദ്ദേഹം ഒരു നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം എന്ന് പറയുന്ന നോവലിനാണ് ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, ഓർഡിനൻസ് ഫാക്ടറി ദിനം എന്നാണ്? ഓർഡിനൻസ് ഫാക്ടറി ദിനം എന്നാണ്. മാർച്ച് 18 ഓർഡിനൻസ് ഫാക്ടറി ദിനമായിട്ട് പറയുന്നത്. അടുത്ത ചോദ്യം, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ എസ് ഫേസി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി? 2024 7ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജനത്തിന്റെ വേദി എവിടെയാണ്? ഗുഡ്ഗാവ് ആണ്. ഗുഡ്ഗാവ് എവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്നുള്ളതാണ് മുംബൈ സെൻട്രൽ സ്റ്റേഷന്റെ പുതിയ പേര്. നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം, പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായത് എവിടെയാണ്? പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായത് ദാദോജി കൊണ്ടദേവ് സ്റ്റേഡിയം, താനെ. ഇതെവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ദാദോജി കൊണ്ടദേവ് സ്റ്റേഡിയം, താനെ, മഹാരാഷ്ട്ര. ഇവിടെയാണ് പ്രഥമ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയാകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടീം കിരീടം കരസ്ഥമാക്കിയത്? 2024 രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം കരസ്ഥമാക്കിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇവരാണ് 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്. രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടമാണ് ഇവർ സ്വന്തമാക്കുന്നത്. ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇതുപോലുള്ള കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മുടെ ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ LTC ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.